തുറന്നു പറയാം. തുറന്നു പറയാമെന്ന ടോക്ക് ഷോയുടെ പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങളെ എല്ലാവരെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ 3 എപ്പിസോഡുകളിലായി വിവിധങ്ങളായ വിഷയങ്ങളെ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടേയിരുന്നു. ഇന്ന് പുതിയ ഒരു വിഷയമായിട്ടാണ് നമ്മൾ നിങ്ങളുടെ അടുക്കിലേക്ക് എത്തുന്നത്. ഒരു സഭയുടെ സമഗ്ര വളർച്ചയ്ക്ക് വേണ്ടി കുട്ടികൾ എത്രമാത്രം പ്രാധാന്യമുള്ളവരാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ആ കുട്ടികളെ വളർത്തുകയും അവരെ അതിനുവേണ്ടി ഒരുക്കിയെടുക്കുകയും സഭയുടെ പത്രികാ സംഘടനയായ സൺഡേ സ്കൂൾ, മറ്റ് യൂത്ത് പ്രോഗ്രാമുകളൊക്കെ അതിനെ വളർത്തി അതിനെ മെൻറ്റർ ചെയ്ത് കൊണ്ടുപോകേണ്ടുന്ന വലിയ ഉത്തരവാദിത്തമാണ് ഒരു സഭയുടെ ഇടയന് ഉള്ളത്. ആ ശുശ്രൂഷയിൽ ദൈവദാസന്മാർക്ക് എങ്ങനെ ഇടപെടലുകൾ നടത്താൻ കഴിയും, എങ്ങനെ മനോഹരമായി മുൻപോട്ട് പോകാൻ കഴിയും എന്ന വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. ഈ ചർച്ചയുടെ പ്രാരംഭത്തിൽ അതിൻ്റെ ഒരു ടോപ്പിക് ഇൻട്രൊഡക്ഷൻ നൽകുന്നതിന് വേണ്ടി റവറൻ മാത്യു വർഗീസ് സാറിനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു സർ, താങ്ക് യു വെരി മച്ച്. നമ്മുടെ സൺഡേ സ്കൂളുകൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രധാനമായിട്ട് 3 ഗ്രൂപ്പുണ്ട്. 3 ഗ്രൂപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് സ്റ്റുഡൻസിൻ്റെ ഗ്രൂപ്പ്, ദേ ഓൾവേസ് ആസ് ക്വസ്റ്റ്യൻസ്, ആൻഡ് പിന്നെ ടീച്ചേഴ്സിൻ്റെ ഗ്രൂപ്പ്, പിന്നെ അതുകൂടാതെ ലീഡേഴ്സ്. ഈ 3 ഗ്രൂപ്പും എങ്ങനെ റിലേഷൻഷിപ്പ് വൈസ് എത്രയും സ്ട്രെങ്തൻ ആവുന്നു അത്രയും ഒരു ബെറ്ററായിട്ടുള്ളൊരു ഗ്രോത്ത് ആയിരിക്കും ആ സഭയ്ക്ക് കിട്ടുന്നത്. പ്രധാനമായിട്ടും നമുക്കറിയാം, കുഞ്ഞുങ്ങൾ വളരെയധികം ചോദ്യങ്ങൾ ചോദിക്കുന്നവരാണ്, ചോദ്യങ്ങൾ ചോദിക്കാൻ താല്പര്യമുള്ളവരാണ്. അപ്പോൾ നമ്മുടെ ടീച്ചേഴ്സ് അല്ലെങ്കിൽ നമ്മുടെ ലീഡേഴ്സ് അതിനനുസരിച്ച് നാം ഉത്തരം കൊടുക്കാൻ ബാധ്യതയുള്ളവരാണ്. അങ്ങനെയുള്ള ഒരു കാഴ്ചപ്പാടോടുകൂടി വേണം നമ്മൾ എപ്പോഴും നമ്മുടെ കുഞ്ഞുങ്ങളെ സമീപിക്കുവാൻ വേണ്ടി. വേറെ ഒരു കാര്യം പറയാനുള്ളത്, നമ്മളുടെ കുഞ്ഞുങ്ങൾ നമ്മളുടെ ചർച്ചിനെ എങ്ങനെ കാണുന്നു? ഇത് എൻ്റെ ചർച്ചായിട്ടാണോ കാണുന്നത്, അതോ എൻ്റെ പേരൻസിൻ്റെ ചർച്ചായിട്ടാണോ കാണുന്നത്? നമ്മുടെ പാസ്റ്റേഴ്സ് അവരെങ്ങനെയാണ് നമ്മുടെ പാസ്റ്റേഴ്സിനെ കാണുന്നത്? എൻ്റെ പാസ്റ്ററാണോ അതോ എൻ്റെ പേരൻസിൻ്റെ പാസ്റ്ററാണോ? അതുപോലൊക്കെയുള്ള കാര്യങ്ങളെപ്പറ്റി വളരെ നല്ല രീതിയിലുള്ള ഡിസ്കഷൻസ് വളരെ ആവശ്യമാണെന്നുള്ളൊരു ബോധ്യം നമുക്കിപ്പോഴും ഉണ്ട് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. വേറെ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത്, നമ്മുടെ ടീച്ചേഴ്സ് നമ്മൾ പഠിപ്പിക്കുന്ന ഒരു മെത്തേഡിനെ കുറിച്ചാണ്. അതായത് ഇപ്പോഴും നമ്മൾ ഫോളോ ചെയ്യുന്ന ലെക്ചറിങ് മെത്തേഡ് തന്നെയാണ്. നമ്മുടെ സ്കൂളുകളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ആ സ്കൂളുകളിൽ LKG മുതലുള്ള എല്ലാ ക്ലാസ്സുകളിലെ ടീച്ചേഴ്സിനും അവർക്ക് ട്രെയിനിങ് ഉണ്ട്, ഡെഫിനറ്റായിട്ടുള്ള ട്രെയിനിങ് ഉണ്ട്, സ്പെസിഫിക് മെത്തേഡ്സ് ഉണ്ട്. അങ്ങനെയുള്ളൊരു ട്രെയിനിങ്ങിൽ കൂടെയാണ് അവർ കടന്നു പോകുന്നത്. അതിന് അവർക്ക് അവരുടെ ശമ്പള സ്കെയിലിൽ വരെ അതിന് വ്യത്യാസം വരുന്നുണ്ട്. പക്ഷേ നമ്മുടെ സൺഡേ സ്കൂളിൽ അങ്ങനെയുള്ള ഒരു ട്രെയിനിങ് നമുക്കുണ്ടോ? എന്തെങ്കിലും അങ്ങനെയുള്ള ഒരു പദ്ധതികൾ നമ്മുടെ സഭയായിട്ടത് ചെയ്യുന്നുണ്ടോ? ഇതുപോലൊക്കെയുള്ള കാര്യങ്ങൾ നാം തീർച്ചയായിട്ടും ചിന്തിക്കണം. അതുപോലൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ സഭയായിട്ടത് അഡോപ്റ്റ് ചെയ്യേണ്ടത് ആവശ്യകത വളരെ അധികമാണ്. അതുപോലെ ഇങ്ങനത്തെയുള്ള മെത്തഡോളജിയെ പറ്റി ചിന്തിക്കുമ്പോൾ കുഞ്ഞുങ്ങളെ എങ്ങനെ പഠിപ്പിക്കണം? ഓക്കെ, ഡോക്ട്രിനൽ അതുപോലൊക്കെയുള്ള കാര്യങ്ങളിലൊക്കെ നമ്മൾ ഒത്തിരി കാര്യങ്ങൾ കണ്ടൻറ് വൈസ് നമ്മൾ ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുമുണ്ട്. പക്ഷേ അത് എങ്ങനെ കുഞ്ഞുങ്ങളുടെ മനസ്സിലേക്ക് ആഴത്തിൽ ഇറങ്ങുന്നു എന്ന് അറിയാനുള്ള ഒരു കാര്യം നമ്മൾ ചെയ്യുന്നുണ്ടോ? ഇതുപോലൊക്കെയുള്ള ഒരു കാര്യങ്ങളെപ്പറ്റി നമുക്ക് ഡിസ്കസ് ചെയ്യാം. മാത്യു സാറിൻ്റെ നല്ലൊരു ഇൻട്രൊഡക്ടറി സ്പീച്ച് നമുക്ക് ലഭിച്ചു കഴിഞ്ഞു. ഇനിയും നമ്മുടെ പാനലിസ്റ്റ് ആയിരിക്കുന്ന ഡോക്ടർ സജി KP, ഷൈജു ഞാറക്കൽ പാസ്റ്റർ, ഡോക്ടർ നിസി ജേക്കബ്, മാത്യു സാർ, ഇവർ നമ്മളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുവാൻ വേണ്ടി അവർ റെഡിയാണ്. ചോദ്യങ്ങൾ നിങ്ങൾക്കും റെഡിയാണ് എന്ന് ഞങ്ങൾക്കറിയാം. ധാരാളം ചോദ്യങ്ങൾ നമുക്ക് ചോദിക്കുവാനുണ്ട്, പ്രത്യേകിച്ച് ഈ പറയപ്പെട്ട വിഷയവുമായി ബന്ധപ്പെട്ട്. അപ്പോൾ തുടർന്ന് നമുക്ക് ചോദ്യങ്ങൾ ചോദിക്കാനും ഇവരിൽ നിന്ന് നമുക്ക് കേൾക്കുവാൻ വേണ്ടിയുള്ള സമയമാണ്. പ്രാരംഭത്തിൽ ചോദ്യത്തിന് വേണ്ടി പ്രിയ സ്റ്റാനിൽ പാസ്റ്ററെ ക്ഷണിക്കുന്നു. സ്റ്റാനിൽ പാസ്റ്റർ, ചോദ്യം. കുട്ടികളിൽ സൺഡേ സ്കൂളിൻ്റെ സ്വാധീനമാണല്ലോ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. എനിക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്, ഒരു ദൈവഭയമില്ലാത്ത ഒരു തലമുറയാണ് ഇപ്പോൾ കൂടുതലായി കണ്ടുവരുന്നത്. അതുകൊണ്ട് ഈ തലമുറകളിൽ ദൈവഭയവും അഭിഷേകവും വിശ്വസ്തതയുള്ള ഒരു തലമുറയെ നമുക്കെങ്ങനെ വാർത്തെടുക്കുവാൻ കഴിയും? മറ്റൊരു കാര്യം, ഒരു സംഭവം ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഒരു സഭയിൽ സൺഡേ സ്കൂളിൽ നിരന്തരമായി സംബന്ധിക്കുകയും
ആത്മീയ കൂട്ടായ്മകളിലും യൂത്ത് മീറ്റിങ്ങുകളിലും നിരന്തരമായി പങ്കെടുത്ത 10ാം ക്ലാസ് പ്രായമുള്ള 10ാം ക്ലാസ്സിൽ പഠിക്കുന്നൊരു പയ്യൻ. ആ പയ്യൻ്റെ പിതാവ് വന്ന് മദ്യപിച്ചിട്ട് വന്ന് സഭ ഹാളിൽ പാഴ്സനേജ് വന്ന് ദൈവദാസിയോടും വളരെ അസഭ്യമായ വാക്കുകൾ പറഞ്ഞത് മുഖാന്തരമായിട്ട് ആ കുടുംബത്തെ മുഴുവനായി പുറത്താക്കി. നിരന്തരമായിട്ട് സൺഡേ സ്കൂളിൽ പങ്കെടുക്കുന്ന ഒരു വിദ്യാർത്ഥിയായിരുന്നു. അതിനുശേഷം ആ പയ്യൻ ആ സഭയിലുള്ള മുതിർന്നവരെ കണ്ടാലോ പാസ്റ്ററെ കണ്ടാലോ ഒരു വൈരാഗ്യത്തോടു കൂടിയാണ് നോക്കിക്കാണുന്നത്. ഇങ്ങനെയുള്ള മാറ്റങ്ങൾ നമുക്ക് എങ്ങനെ നിയന്ത്രിക്കുവാൻ കഴിയും? അതുപോലെ തന്നെ ഒരു ചെറുപ്പക്കാരൻ പറഞ്ഞത്, നമ്മളൊക്കെ ഒരുപാട് കുഞ്ഞുങ്ങളെയൊക്കെ പിടിച്ചു നിർത്തുന്ന കഴിഞ്ഞകാല അനുഭവങ്ങളെ പറഞ്ഞുകൊണ്ടാണ്. ഞങ്ങളിങ്ങനെ ആയിരുന്നു. അപ്പോൾ രസകരമായ ആ പറച്ചിലിന് അദ്ദേഹം ആ സഹോദരൻ പറഞ്ഞത്, നിങ്ങൾ രക്ഷിക്കപ്പെട്ട് ഇത്ര വർഷം വരെ നിങ്ങൾ മദ്യപിച്ചു, മറ്റുള്ള തെറ്റിലേക്കൊക്കെ പോയി, അതൊക്കെ ശരിയാണ്. ഞങ്ങളും അതൊക്കെ ഒന്ന് അനുഭവിക്കട്ടെ, ഞങ്ങളും അതിൻ്റെയൊക്കെ രുചി മനസ്സിലാക്കിയിട്ട് ഞങ്ങളും രക്ഷയുടെ അനുഭവത്തിലേക്ക് ആ സമയമാകുമ്പോൾ വന്നുകൊള്ളാമെന്ന്. ഇതിനൊക്കെ നമുക്ക് എങ്ങനെ ഒരു ഉത്തരം കൊടുക്കുവാൻ സാധിക്കും? സജി സാർ. എനിക്ക് തോന്നുന്നു അവസാനത്തേന്ന് തുടങ്ങാം. കുട്ടികളുടെ ചോദ്യങ്ങളൊക്കെ വളരെ ഫണ്ണിയാണ്. ഒരു ദിവസം ഒരു കൊച്ചനോട് ചോദിച്ചു, പാസ്റ്ററെ, നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിപ്പിനെന്നല്ലേ കർത്താവ് പറഞ്ഞു? പിശാചാണ് നമ്മുടെ ഏറ്റവും വലിയ ശത്രു, ഞാൻ എന്ത് ചെയ്യണം? A is equal to B, B is equal to C, അപ്പോൾ A must be equal to C എന്ന് പറഞ്ഞ ലോജിക്കാ. അതെല്ലായിടത്തൊന്നും പ്രാവർത്തികമാകാറില്ല എന്നുള്ള രീതിയിൽ അതിന് മറുപടി കൊടുക്കുകയുണ്ടായി. അപ്പം ഒരാളൊരു സാക്ഷ്യം പറഞ്ഞു. ആ സാക്ഷ്യത്തിൽ ഞാൻ ബൈക്കിൻ്റെ മേളിൽ കയറി നിന്ന് ഇത്ര ദൂരം ഓടിക്കുവാൻ ഇടയായി, അത് കഴിഞ്ഞ് ഞാൻ ബൈക്ക് ഓടിക്കാൻ പഠിച്ച് ഇതുവരെ എനിക്ക് കുഴപ്പമൊന്നും വന്നില്ല. അപ്പോൾ ഇത് കേൾക്കുന്നയാൾ പറയാം, എന്നാൽ പിന്നെ ഞാനും അങ്ങനെ ഒന്ന് ഓടിച്ച് നോക്കട്ടെ എന്ന് പറഞ്ഞാൽ, ആദ്യത്തെ ആൾ ഓടിച്ചിട്ട് വീണില്ല എന്നതുകൊണ്ട് രണ്ടാമത്തെ ആൾ ഓടിക്കുമ്പോൾ വീഴില്ല എന്ന് ഒരു ഗ്യാരണ്ടിയില്ല. ചിലപ്പോൾ അതോടെ ആ ജീവിതം തീരാം, പിടിക്കപ്പെടാം. അപ്പോൾ ഒരാളുടെ ടെസ്റ്റിമണിയിൽ അദ്ദേഹത്തിൻ്റെ പാസ്റ്റ് ലൈഫിലുണ്ടായ വീഴ്ചകളും പാളിച്ചകളും ഞാൻ ആദ്യം ഇങ്ങനെ പറയും, അത് അവതരിപ്പിക്കുമ്പോൾ ഹീറോയിസമായിട്ട് അവതരിപ്പിക്കാതിരിക്കാൻ ശ്രമിക്കണം എന്നുള്ളത് ഒരു കാര്യം. അഴുക്കിനെ അഴുക്കായി തന്നെ പൗലോസ് പറഞ്ഞല്ലോ, ഞാൻ ഇങ്ങനെയൊക്കെ ആയിരുന്നു, ആ പാപികളിൽ ഞാൻ ഒന്നാമെന്നൊക്കെ പറയുന്ന പോലെ. അപ്പോൾ പിള്ളേരുടെ അകത്ത് അത് കയറുന്നത്, അയ്യോ ഇത്രയും അഴുക്കിൽ, തെറ്റായൊരു കാര്യത്തിൽ, അല്ലാതെ ഹീറോയിസം എന്ന പ്രസൻറ്റേഷൻ വരരുത് എന്നുള്ളതാണ്. പാസ്റ്റർ പറഞ്ഞ രണ്ടാമത്തെ കാര്യം ഒരു ഇൻസിഡൻറ്റ് ബേസ്ഡ് ആയിരുന്നു. അപ്പോൾ ഒരു സഭയിൽ നടന്ന ഒരു ഇൻസിഡൻ്റ് ആയതുകൊണ്ട് നമുക്കതിൽ കമൻറ്റ് ചെയ്യാനൊരു പരിമിതിയുണ്ട്. എന്നാൽ ജനറലായിട്ട് പറഞ്ഞാൽ ആദ്യത്തെ ചോദ്യവുമായിട്ട് അതിനെ ബന്ധിപ്പിച്ച് പറയാൻ പറ്റും. കാരണം ദൈവഭയം ഉണ്ടാകുന്നത് എങ്ങനെ? നമുക്ക് ദൈവത്തോട് ഭയമുണ്ട്, പക്ഷേ ദൈവത്തോടുള്ള ഭയം കൊണ്ട് നമ്മൾ രാത്രി ഞെട്ടി എഴുന്നേറ്റ് ദൈവം എന്നെ കൊല്ലാൻ വരുന്നു എന്ന് പറയാറില്ല. ആ ഭയമല്ല ഇത്. ദൈവഭയം എന്ന് പറയുന്നിടത്ത് ഭക്തിയോടുകൂടിയ, ബഹുമാനത്തോടുകൂടിയ ഒരാദരവ് എന്നൊക്കെ വിശദീകരിക്കുകയാണ് അതിലെ നല്ലൊരു വിശദീകരണം. ഇത് കുട്ടികളുടെ അകത്തുണ്ടാകണമെങ്കിൽ നമ്മുടെ ഇടപെടലിലും നമ്മുടെ ശിക്ഷാ നടപടികൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൃപയോടുകൂടിയതാണെങ്കിലേ സാധിക്കൂ. കുട്ടികൾക്ക് എങ്ങനെ അഭിഷേകമുള്ളൊരു തലമുറയായി, ദൈവകൃപയുള്ളൊരു തലമുറയായി, ദൈവഭയമുള്ളൊരു തലമുറയായി വളരാമെന്ന് ചോദിച്ചാൽ ആദ്യം അത് ആരംഭിക്കേണ്ടത് വീട്ടിലാണ്. വീട്ടിലത് ആരംഭിക്കണമെങ്കിൽ ചർച്ചിൽ അതിൻ്റെ കൃത്യമായ ഓറിയൻറ്റേഷൻ കിട്ടണം. വളരെ ചെറിയ പ്രായത്തിൽ ഇത് തുടങ്ങണം. നമ്മുടെ പ്രസംഗങ്ങളും നമ്മുടെ സൺഡേ സ്കൂളുകളും പ്രാക്ടിക്കൽ ലൈഫുമായിട്ട് കണക്ട് ചെയ്തുള്ളതാകണം. അബ്സ്ട്രാക്റ്റ് ഡോക്ട്രിൻസ് പറയുന്നത് നല്ലതാണെങ്കിലും അതേ അളവിലോ അതിനേക്കാൾ കൂടുതലോ പ്രസംഗത്തെക്കുറിച്ച് നമ്മൾ പൊതുവെ പറയുമ്പം ഒരു പ്രസംഗത്തിലെ 80% പ്രായോഗികതയും 20% മാത്രം അതിൻ്റെ തിയറിയും ആയിരിക്കണമെന്ന് പറയുന്നത് പോലെ 80% കുട്ടികളോടുള്ള മിനിസ്ട്രിയും അവരുടെ ലൈഫിനെയും അവരുടെ പ്രായോഗികതയും ഊന്നിയായാൽ അവരുടെ അകത്ത് കൃത്യമായ ദൈവഭയം ഉണ്ടാകും. ഒരു എക്സാമ്പിളൂടെ പറഞ്ഞാൽ, മുടിയൻ പുത്രനെന്ന് നമ്മൾ പേരിട്ടിരിക്കുന്ന ആ മോൻ, അവൻ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി എല്ലാ തെറ്റുകളും ചെയ്തിട്ട് അവൻ തിരിച്ചു വരുമ്പം അവൻ പറയുന്നൊരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്, ഞാൻ എൻ്റെ അപ്പൻ്റെ അടുക്കൽ ചെന്ന് അപ്പാ ഞാൻ സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തു. അപ്പോൾ അവൻ പാപം ചെയ്തപ്പം സ്വർഗത്തോടാണ് പാപം ചെയ്തതെന്ന് പിന്മാറ്റത്തിൻ്റെ ആഴത്തിൽ കിടക്കുന്ന ഇവൻ എങ്ങനെ തോന്നി എന്നൊരു ചോദ്യം. അതിൻ്റെ ഉത്തരം, എവിടെയോ വെച്ച് വളരെ ചെറുപ്പത്തിലെ അവൻ്റെ അകത്ത് ഈ ഒരു വിത്ത് ഇട്ട് കൊടുത്തിരുന്നു. ഇത് കിട്ടിയാൽ ഏത് പിശാചിൻ്റെ പദ്ധതി ഏതറ്റം വരെ മക്കൾ ഏത് പ്രായത്തിൽ കൊണ്ടുപോയാലും
അവിടുന്നും അവരെ തിരിച്ചു കൊണ്ടുവരുന്നൊരു വിത്തായിട്ട് അതവിടെ കിടക്കും എന്നുള്ളൊരാശയത്തിൽ നമ്മുടെ കുട്ടികളിലേക്ക് പ്രായോഗികതയിലൂന്നിയ ഒരു പരിപാലനം നമ്മളിൽ നിന്നുണ്ടാകട്ടെ എന്നാണ് എനിക്ക് റെസ്പോണ്ട് ചെയ്യാനുള്ളത്. വളരെ നല്ലൊരു ഉത്തരം പാസ്റ്റർക്കത് കിട്ടിയെന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. പ്രത്യേകിച്ച് ഇത് കാണുന്ന ദൈവദാസന്മാർക്കുമൊക്കെ ഇതൊരു മോട്ടിവേഷനായി മാറട്ടെ. അടുത്ത ഒരു ചോദ്യത്തിലേക്ക് നമ്മൾ പോവുകയാണ്. നമ്മുടെ ബ്ലസൻ പാസ്റ്റർ. എൻ്റെ ചോദ്യം, നമ്മുടെ ഉന്നക്കരായ കുഞ്ഞുങ്ങൾ ദൈവസഭയുടെ ആത്മീയ കൂട്ടായ്മകളിലും ആത്മീയമായി അവർക്ക് ലഭിക്കുന്ന അവസരങ്ങളെല്ലാം തന്നെ ഒരു പക്ഷെങ്കിൽ ഒഴിവാക്കാൻ ശ്രമിക്കുന്നവരായി മാറുന്ന ഒരു കാലഘട്ടമാണിത്. സൺഡേ സ്കൂളിൽ നമ്മുടെ കുട്ടികളുടെ പങ്കാളിത്തം വളരെ കുറയുന്ന ഒരു കാലഘട്ടം. കുട്ടികൾ നമ്മുടെ സഭയിൽ നിന്ന് ഒഴിവായി പോകുന്ന, അല്ലെങ്കിൽ മറ്റ് ഇതരമായ ഉപരിപഠനത്തോടുള്ള ബന്ധം, ജോലിയോടുള്ള ബന്ധമൊക്കെ ഒത്തിരി പേര് ഇവിടുന്ന് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം കൂടെ ആയതുകൊണ്ട് സൺഡേ സ്കൂൾ പോലെയുള്ള ആത്മീയ കൂട്ടായ്മകൾക്ക് അല്ലെങ്കിൽ അതുപോലെയുള്ള അവസരങ്ങളൊക്കെ നഷ്ടമായി പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. രണ്ടാമതായി, നമ്മുടെ സഭകളിൽ യൂത്തിന് വേണ്ടി പ്രത്യേകാലൊരു മീറ്റിംഗ് നമുക്ക് സംഘടിപ്പിക്കാൻ കഴിയുന്നുണ്ടോ എന്നുള്ളൊരു ചോദ്യം. ഞാൻ ശുശ്രൂഷിക്കുന്ന സഭകളിലൊക്കെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി മാസത്തിൽ ഒരിക്കലെങ്കിലും ഒരു സാറ്റർഡേ ഈവനിങ്ങിൽ അവരെല്ലാവരെയും വിളിച്ചുകൂട്ടി ഒരു മീറ്റിംഗ് വെക്കും. അതിൽ കഴിവുള്ളവർക്ക് പ്രസംഗിക്കുവാൻ അവസരങ്ങൾ കൊടുക്കും, അതിൽ കഴിവുള്ളവർക്ക് പാടാൻ അവസരങ്ങൾ കൊടുക്കും, അവരുടെ വിഷയങ്ങൾ പങ്കുവയ്ക്കുവാൻ ഇതുപോലൊരു ടോക്ക് ഷോ പോലെ അല്ലെങ്കിൽ ഒരു തുറന്ന ഒരു ചർച്ചയ്ക്ക് വേണ്ടി അവസരങ്ങൾ കൊടുക്കും. അതെല്ലാം അവർക്ക് വളരെ ആവേശത്തോടു കൂടെയാണ് അവരത് കാണുകയും വരികയും സംബന്ധിക്കുകയും ചെയ്യുന്നത്. അതുപോലെ നമ്മുടെ സഭകളിൽ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും പ്രത്യേകാലൊരു പ്രോഗ്രാം നമുക്ക് ചെയ്യാൻ കഴിയുന്നുണ്ടോ എന്ന് നാം ഒന്ന് പുനഃപരിശോധിക്കേണ്ടിയിരിക്കുന്നു. മാത്രമല്ല, ആരാധനകളിൽ അവർക്ക് ആരെങ്കിലും അവരെ എന്തെങ്കിലും പറയുമോ, അല്ലെ പാസ്റ്റർ ഞങ്ങളെ എന്ത് പറയുമെന്നുള്ള ചിന്ത കൊണ്ട് മാത്രം ആരാധനകളെ സംബന്ധിക്കുന്ന ഒരു കൂട്ടം യൗവനക്കാരുണ്ട്. അപ്പോൾ ആ ഒരു താല്പര്യമുള്ളവരാക്കി അവരെ എങ്ങനെ മാറ്റാൻ കഴിയും, എങ്ങനെ അവരെ ഇതുപോലെയുള്ള ആത്മീയ കൂട്ടായ്മകളിലേക്ക് ആകർഷിക്കുവാൻ കഴിയും എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. നല്ലൊരു ചോദ്യം. ഡോക്ടർ നിസി ജേക്കബ്. നമുക്കിതിനകത്ത് കുഞ്ഞുങ്ങൾ എന്തുകൊണ്ട് അവർക്ക് താല്പര്യമില്ലാതാകുന്നു എന്നുള്ളത് ആദ്യമേ ചിന്തിച്ചു തുടങ്ങണം. കാരണം അവർക്ക് ഉള്ളിൽ നിന്നുണ്ടാകുന്ന ഒരു മോട്ടിവേഷന് കാരണമായാൽ ഞാൻ അവിടെ ചെല്ലുമ്പോൾ എൻ്റെ ചോദ്യത്തിന് ഒരു ഉത്തരമാണ് ലഭിക്കുന്നത്, ഇത് എൻ്റെ ജീവിതം മാറ്റുന്ന ഒരു കാര്യമാണ് അവിടെ നടക്കുന്നത് എന്ന് അവർക്ക് തോന്നി തുടങ്ങിയാൽ അവർ ആർത്തിയോടെ കടന്നു വരും. കാര്യം എങ്ങും കിട്ടാത്ത കാര്യം നമ്മളെടുത്തുനിന്ന് കിട്ടുന്നു, അവിടെ ഒരു ഇമ്പോർട്ടൻസ് കൊണ്ടുവരിക എന്നുള്ളത് നമ്മുടെ ഭാഗത്തുനിന്ന് കൊണ്ടുവരേണ്ട ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് മിക്ക സൺഡേ സ്കൂൾ ടീച്ചേഴ്സും ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ ആ ടെക്സ്റ്റ് ബുക്ക് വായിക്കുന്നത് പോലും അന്ന് രാവിലെ ആയിരിക്കും, അല്ലെങ്കിൽ അവരുടെ മുമ്പിലിരുന്നായിരിക്കും വായിക്കാൻ പോകുന്നത്. അത് വായിച്ച് അങ്ങ് പോകുന്നതല്ലാതെ അതിൻ്റെ ആ ഒരു എസൻസ് അവർക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയുന്നില്ല. പ്രത്യേകിച്ച് ഇപ്പം ദൈവവചനത്തിൽ ഓരോ കഥകളും ഓരോ ഇൻസിഡൻറ്റിന് പിന്നിലും ആ പിതാവിൻ്റെ ഒരു ഹൃദയം നമുക്ക് അവർക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ ആ കഥയ്ക്ക് പോലും ഒരു പ്രസക്തി ഇല്ലാതാവുക, അവിടെ ഒരു ജീവൻ ഇല്ലാതെ ആകുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ ജീവിതവുമായിട്ട് കണക്ട് ചെയ്യുന്ന, ഇവരനുഭവിക്കുന്ന ഒരു പ്രാക്ടിക്കൽ ലൈഫുമായിട്ട് നമ്മളുടെ നമ്മൾ പഠിപ്പിക്കുന്ന കാര്യത്തിന് ആ ഒരു കണ്ടന്റിനെ കണക്ട് ചെയ്യുവാണെങ്കിൽ അവർക്ക് പ്രാക്ടിക്കലി ഇതാണ് ഇവിടെ ഉദ്ദേശിച്ചത്. ഒരു കഥയിലെ ആ ഒരു ലെസൺ എങ്ങനെ എൻ്റെ ജീവിതത്തിൽ എനിക്ക് അപ്ലൈ ചെയ്യാം, ആ ലെസൺ എനിക്ക് എപ്പോൾ അത് എനിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും, അത്തരത്തിൽ നമ്മുടെ ഒരു ചാപ്റ്ററിനെ നമ്മളൊന്ന് നമ്മളുടേതായിട്ടുള്ള രീതിയിൽ, അതായത് ഈ തേനിന് രുചി കൂടുന്നത് എപ്പോഴാണ്, അല്ലെങ്കിൽ ആ ഒരു പൂവിൻ്റെ ആ ഒരു നെക്ടറായിട്ടിരിക്കുമ്പോൾ അതിനൊട്ടും രുചിയില്ല. പക്ഷേ ആ വണ്ട് ചെന്ന് അതെടുത്ത് അതിൻ്റെ ശരീരഭാഗത്തൂടെ അവർ കയറ്റി അത് ഒരു തേനായി മാറുമ്പോൾ അതിന് രുചിയുള്ളതായി മാറുന്നു. ഇതേപോലെ ഓരോ പാഠങ്ങളും നമുക്കുണ്ട്, ഡോക്ട്രിൻസ് ഉണ്ട്, എല്ലാം ഉണ്ട്. അത് നമ്മൾ പഠിപ്പിക്കുമ്പോൾ അനുഭവവും എല്ലാം കൂടെ ചേർത്ത്, നമ്മളുടെ അനുഭവങ്ങളും എല്ലാം കൂടെ ചേർത്ത് ഓരോ കുഞ്ഞുങ്ങൾക്കും വലിയ ആഴമുള്ള കാര്യങ്ങളാണെങ്കിൽ പോലും ഓരോരുത്തരുടെ ലെവലിൽ, 5ാം ക്ലാസ്സിൻ്റെ ലെവലായിരിക്കത്തില്ല 1ാം ക്ലാസ്സിൽ പറഞ്ഞു കൊടുക്കേണ്ടത്, ആ ലെവലിൽ നമുക്ക് എങ്ങനെ എത്തിക്കാമെന്ന് നമ്മൾ നേരത്തെ തന്നെ ചിന്തിച്ച് അതിനുള്ള വഴികളും ചിന്തിച്ച് അത്തരത്തിൽ നമ്മൾ അതിനെ പ്രസൻറ്റ് ചെയ്യുമ്പോൾ അതിന് പല മാർഗ്ഗങ്ങൾ ക്രിയേറ്റീവായിട്ടുള്ളത് അവൈലബിൾ ആണ്. ഇപ്പം നമുക്ക് ഒബ്ജക്റ്റ് ലെസണായിട്ട് പഠിപ്പിക്കാം, ഒരു വലിയ ആഴമുള്ള കാര്യങ്ങൾ സിമ്പിളായിട്ട് നമുക്ക് അവർക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റും. ഈ ലെസൺ അവരുടെ ജീവിതത്തിൽ കയറുമ്പോൾ അവർക്ക് അത് മനസ്സിലാവുകയും ഈ വലിയ എനിക്ക് മനസ്സിലാകാത്ത കാര്യമാണ്, ഇപ്പം നമുക്കാണെങ്കിൽ മനസ്സിലാകാത്ത ഒരു ഭാഷ പഠിപ്പിക്കുന്ന ക്ലാസ്സിൽ നമുക്ക് ഇരിക്കാൻ ഇഷ്ടപ്പെടത്തില്ല, നമ്മളവിടെ ഇരിക്കത്തില്ല. നമുക്ക് മനസ്സിലാവുന്നതും ഇത് എൻ്റെ ലൈഫിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്നതും എനിക്ക് അതിനൊരു പ്രാധാന്യത ഉണ്ട് എന്നുള്ള രീതിയിൽ അതിനെ അവതരിപ്പിക്കുക. അതിനോടൊപ്പം ഇവരുടെ റിയൽ ലൈഫ് ക്വസ്റ്റ്യൻസിനെ നമ്മൾ അഡ്രസ്സ് ചെയ്ത് തുടങ്ങാം. എൻ്റെ ഒരു അനുഭവം പറയുകയാണെങ്കിൽ, ഞങ്ങൾ കോവിഡിൻ്റെ സമയത്ത് ശനിയാഴ്ചകളിൽ സ്റ്റാർട്ട് ചെയ്ത ഒരു ഓൺലൈൻ ഒരു മിനിസ്റ്റർ ഉണ്ട് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി. അപ്പോൾ യൂത്തിന് വേണ്ടി മാത്രം ഞങ്ങൾ ഇപ്പോൾ ബുധനാഴ്ചകളിൽ അവരുടെ ചോദ്യങ്ങളെ ഫോക്കസ് ചെയ്ത് ഓരോ ചോദ്യങ്ങളെടുത്ത് ഉത്തരം പറയാൻ തുടങ്ങി. ഇപ്പോൾ ശനിയാഴ്ച വരുന്ന കുഞ്ഞുങ്ങൾക്ക് വരാൻ പറ്റിയില്ലല്ലോ, ആർത്തിയോടെ മിസ് ചെയ്യാത്തത് ബുധനാഴ്ചകളാണ്. കാര്യം അവിടെ അവർക്ക് ചോദ്യത്തിന് ഉത്തരം കിട്ടുകയാണ്. അവിടെ നമ്മൾ
നമ്മൾ ദൈവവചനം പറഞ്ഞു കൊടുക്കുന്നു, പക്ഷെ അവരുടെ ക്വസ്റ്റ്യൻ ആൻസർഡും ആവണം. അപ്പോൾ അത്തരത്തിൽ നമ്മൾ എങ്ങനെ ഇവർക്ക് വ്യത്യസ്തമായിട്ട് അവരുടെ റിയൽ ലൈഫിൽ എങ്ങനെ എത്തിച്ചേരാമെന്നുള്ളത് ദൈവത്തോടും ആലോചന ചോദിച്ച് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തിയാൽ നമ്മളിത് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അവരിലൊരു പരിവർത്തനം, ഈ പരിവർത്തനം അവരെ വീണ്ടും മോട്ടിവേറ്റഡ് ആക്കും ഇതിൽ കടന്നു വരാൻ. തീർച്ചയായിട്ടും നല്ലൊരു ചോദ്യവും അതിന് നല്ലൊരു ഉത്തരവുമാണ് നമുക്ക് ലഭിച്ചത്. പ്രത്യേകിച്ച് പ്ലസന്റ് പാസ്റ്റർ പറഞ്ഞ ഒരു കാര്യം എല്ലാ ദൈവദാസന്മാരും ചിന്തിക്കേണ്ടതാണ്. ദൈവദാസൻ എന്ന നിലയിൽ നിങ്ങൾ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നിങ്ങൾ എത്ര സമയം സ്പെൻഡ് ചെയ്യുന്നുണ്ട്, നിങ്ങൾ എത്രമാത്രം പ്രോഗ്രാമുകൾ അവർക്ക് വേണ്ടി കൊടുക്കുന്നുണ്ട്, അത് നമ്മൾ ചിന്തിക്കേണ്ടതാണ്. തീർച്ചയായിട്ടും പ്ലസന്റ് പാസ്റ്ററുടെ ആ ഒരു ശുശ്രൂഷകൾ അത് അഭിനന്ദനാർഹമാണ്. ദൈവം അനുഗ്രഹിക്കട്ടെ. അടുത്തൊരു ചോദ്യത്തിലേക്ക് പോകാം. റജി പാസ്റ്റർ. ആത്മീക ജീവിതത്തിൽ കൈക്കൊള്ളേണ്ടുന്ന പല വിഷയങ്ങളെക്കുറിച്ചും ഇന്നത്തെ തലമുറയ്ക്ക് വ്യക്തമായൊരു ധാരണയുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. അതുപോലെ തന്നെ ദൈവസഭകളിൽ കഴിഞ്ഞ കാലങ്ങളിൽ അടിസ്ഥാനോപദേശങ്ങളെക്കുറിച്ച് വ്യക്തമായ ധാരണകൾ ഉണ്ടായിരുന്നു. അതിനെക്കുറിച്ച് സഭകളിൽ ശക്തമായി പഠിപ്പിച്ചിരുന്നൊരു കാലഘട്ടമുണ്ട്. എന്നാൽ പലപ്പോഴും കുഞ്ഞുങ്ങളുമായിട്ടൊക്കെ അടുത്ത് സംസാരിക്കാനൊക്കെ ഇടയായിത്തീരുമ്പം അടിസ്ഥാനോപദേശങ്ങളെക്കുറിച്ച് പോലും വ്യക്തതയില്ലാത്തവരായി തീരുന്ന ഒരു സമൂഹത്തിൽ, അതുപോലെ തന്നെ എന്നാ പറയുക, അവർക്ക് കിട്ടുന്ന ഇൻഫർമേഷൻ എല്ലാം സെക്കൻഡ് ഹാൻഡ് ഇൻഫർമേഷൻസാണ്. കൂട്ടുകാരിൽ നിന്നും മറ്റുള്ളവരിൽ നിന്ന് കിട്ടുന്ന തെറ്റായിട്ടുള്ളതും കൂടെ എല്ലാം മിക്സ് ചെയ്തിട്ടാണ് പലപ്പോഴും അവർ സ്പിരിച്വാലിറ്റി അപ്രോച്ച് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്. അപ്പോൾ അതിന് ആസ് പാസ്റ്റേഴ്സ് എങ്ങനെ നമുക്ക് അവരെ വ്യക്തമായി ആ കാര്യങ്ങളെക്കുറിച്ച് അവബോധമുള്ളവരാക്കി ആ കാര്യങ്ങളിൽ അവരെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്ത് കൊണ്ടുവരാനായിട്ട് പറ്റും എന്നുള്ളതിനെക്കുറിച്ച് ഒന്ന് കേട്ടാൽ കൊള്ളാം. ഷാജി പാസ്റ്റർ. ഈ നമ്മുടെ സഭകൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധികളിലൊന്നാണ് ഈ പറയപ്പെട്ട കാര്യങ്ങൾ. ഇപ്പോൾ 13 വയസ്സ് മുതൽ 20 വയസ്സ് വരെയുള്ള അല്ലെങ്കിൽ കൗമാരക്കാരുടെ ഇടയിൽ ഒരുപാട് വൈകാരിക പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. കാരണം ശാരീരികമായ മാറ്റം സംഭവിക്കുന്ന സമയം ഒരുപാട് സംശയങ്ങൾ അവർക്കൊക്കെ എന്ത് ചെയ്യുന്നു, ഉണ്ടാകുന്നു. പലതരത്തിലുള്ള അറിവുകൾ അവർക്ക് ലഭിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ആ സമയത്ത് അതിനെ അതിൻ്റേതാകുന്ന കാഴ്ചപ്പാടോടെ കാണാൻ മാതാപിതാക്കൾക്കും പാസ്റ്റർ സഭാ നേതൃത്വത്തിനും പാസ്റ്റർമാർക്കും കഴിയണം. ഇപ്പം ലൈംഗികമാകുന്ന അറിവ് ഉണ്ടാകുന്നത് ആ ഒരു സമയത്ത് അതിനെക്കുറിച്ച് മനസ്സിലാക്കുന്നു. ലൈംഗികതയെക്കുറിച്ച് മനസ്സിലാക്കി തുടങ്ങുമ്പം ലൈംഗികത എന്താണെന്ന് പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. കാരണം അതെന്താണെന്ന് പ്രകൃതി എന്ത് ചെയ്യും, ഈ ഭൂമിയുടെ നിലനിൽപ്പിന് വേണ്ടി പ്രകൃതി എല്ലാ ജീവജാലങ്ങൾക്കും അതിനെ സംബന്ധിച്ചുള്ള പഠിപ്പിക്കലും അറിവും കൊടുക്കുന്നുണ്ട്. പക്ഷെ അതിൻ്റെ ധാർമ്മികത എന്താണ് എന്ന് മനസ്സിലാക്കി കൊടുക്കുവാൻ കഴിയുന്ന ഒരു ലൈംഗിക വിദ്യാഭ്യാസം, ലൈംഗികതയെ പറയിപ്പിക്കുകയല്ല, ലൈംഗികതയുടെ ധാർമ്മികത എന്താണ് എന്ന് മനസ്സിലാക്കി കൊടുക്കാൻ കഴിയുന്ന ഒരു വിഷയം എന്ത് ചെയ്യണം, നമ്മുടെ സഭകളിൽ ഉണ്ടാകണം എന്ന ചിന്താഗതിക്കാരനാണ് ഞാൻ. കാരണം ഇവർ ചോദിക്കുമ്പോൾ ഒരു ആൺകുട്ടിയോടോ അല്ലെങ്കിൽ എതിർലിംഗത്തിൽ ഓപ്പോസിറ്റ് സെക്ഷനോട് തോന്നുന്ന ഒരു വികാരം, ആ വികാരം അത് ദൈവികമാണ്, നിങ്ങളിലുണ്ടാകുന്ന ഹോർമോണിൻ്റെ പരിവർത്തനമാണ്, അത് ഉപയോഗിക്കേണ്ട വിധം ശരിയായ പാതയിലായിരിക്കണം എന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് ദൈവമാണ് തുണയെ സൃഷ്ടിച്ചതെന്ന് അവർക്ക് എന്ത് ചെയ്യുക, മനസ്സിലാക്കി കൊടുക്കാൻ കഴിഞ്ഞാൽ ഒരു പരിധി വരെ നമുക്ക് അതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റും. ഇപ്പോൾ കുഞ്ഞുങ്ങൾ വന്ന് ഇത് സംബന്ധമായിട്ടുള്ള ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോഴത്തേക്കും, പണ്ടൊക്കെ നമ്മൾ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന സമയത്ത് അവന് ചോദിക്കാൻ കണ്ട ക്വസ്റ്റ്യൻ വേറെ ഒന്നും അവന് സംശയമില്ല എന്ന് ചോദിച്ചുകൊണ്ട് എന്ത് ചെയ്യുക, അവിടെ നേരെ ഷൗട്ട് ചെയ്യുക. അന്നേരം അവർ ചെല്ലുന്നത് അവരുടെ സമപ്രായക്കാരായിരിക്കുന്ന കുഞ്ഞുങ്ങളുടെ അടുത്ത ആ പുള്ളിക്ക് ഇതിനെക്കുറിച്ച് വലിയ അറിവൊന്നും ഉണ്ടായിരിക്കത്തില്ല. ഒരു കുറേ വികലമായ അറിവുകൾ എന്ത് ചെയ്യുന്നു, നൽകി കൊടുക്കുന്നു. അപ്പം അടിസ്ഥാനപരമായി സൺഡേ സ്കൂളുകളിനോട് ചേർന്ന് ഇത്തരത്തിലുള്ള ആ ആവശ്യകതയെക്കുറിച്ചും മനുഷ്യ ശരീരത്തെക്കുറിച്ചും ഇതിനെക്കുറിച്ചും ഓപ്പോസിറ്റ് സെക്ഷനോട് തോന്നുന്ന വൈകാരിക തലത്തെക്കുറിച്ചും കേൾക്കുവാനും ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം പറഞ്ഞു കൊടുക്കാനും നല്ല ടച്ച് ഏതാ, അഴുക്ക് ടച്ച് തൊടലേതാ എന്നൊക്കെ എന്ത് ചെയ്യണം, പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുവാനും അതിൽ നിന്ന് കുട്ടികൾക്കൊരു തിരിച്ചറിവ് ഉണ്ടാക്കാൻ കഴിഞ്ഞാൽ ഒരളവ് വരെ നമ്മുടെ കൗമാരക്കാരെ രക്ഷിക്കാൻ നമുക്ക് എന്ത് ചെയ്യും, സാധിക്കും. അല്ലാതെ അവരെ ആട്ടി ഓടിക്കുകയല്ല, അതിലൂടെ അവരെ ആത്മികരാക്കി മാറ്റിയെടുക്കാൻ. അപ്പം അതിലൂടെ അല്ലെങ്കിൽ പോണോഗ്രാഫിക്ക് അടിമയാകും, മയക്കുമരുന്നുകൾക്ക്. ഇപ്പോൾ ഇതിൻ്റെ എല്ലാത്തിനെക്കുറിച്ച് നമുക്ക് എന്ത് ചെയ്യാം, ഇവരോട് പറഞ്ഞു കൊടുക്കാം. ഇത് പറഞ്ഞു കൊടുക്കത്തില്ല, പക്ഷെ അറിഞ്ഞു കഴിയുമ്പോഴത്തേക്കും അവരുടെ നേരെ ചൂടായി ചെല്ലുന്ന അവസ്ഥ ഉണ്ടാകുമ്പോഴാണ് നമ്മൾ അവർക്ക് തിരിച്ചു കൊണ്ടുവരാൻ നമുക്ക് കഴിയാത്ത പോലെ. എന്നാൽ അവർക്കിത് പറഞ്ഞു കൊടുക്കാൻ കഴിഞ്ഞാൽ അതാണ് ഏറ്റവും നല്ലത്, ഉത്തമം എന്നുള്ള ചിന്തയാണ് എൻ്റേത്. മാത്യു സാറിന് അതിനകത്ത് എന്തെങ്കിലും ആഡ് ചെയ്യാനായിട്ട്? എനിക്ക് ആഡ് ചെയ്യാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവഭയം. മുമ്പ് സജി സാർ അതിനെപ്പറ്റി പറഞ്ഞു. ദൈവത്തെപ്പറ്റി നമ്മുടെ കുഞ്ഞുങ്ങളുടെ മനസ്സിലുള്ള മൂല്യം എന്തുവാ, വാല്യൂ എന്തുവാ.
പലപ്പോഴും എനിക്ക് തോന്നുന്നത് നമ്മുടെ കുഞ്ഞുങ്ങളോട് സംസാരിച്ചു കഴിഞ്ഞാൽ ദൈവത്തെ പറ്റിയുള്ള അവരുടെ ധാരണ, അവരുടെ മൂല്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്നേഹിക്കുന്ന ഒരു സുഹൃത്തായിട്ട് മാത്രമാണ് പലപ്പോഴും. അല്ലെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നൽകിത്തരുന്ന അല്ലെങ്കിൽ വിടുതൽ നൽകിത്തരുന്ന ഒരു വ്യക്തിത്വം എന്നുള്ള രീതിയിൽ അപ്പുറത്തായിട്ട് ആ ദൈവത്വത്തിൻ്റെ ആ മഹാത്മ്യത അല്ലെങ്കിൽ അതിൻ്റെ വാല്യൂ പലപ്പോഴും നമ്മുടെ കുഞ്ഞുങ്ങൾ മനസ്സിലാക്കുന്നുള്ള കാര്യം എനിക്ക് സംശയമുണ്ട്. പിന്നെ വേറെ ഒരു കാര്യം പറയാനുള്ളത്, നമ്മുടെ കുഞ്ഞുങ്ങൾ, നമ്മൾ പലപ്പോഴും പറയാനുണ്ടോ ചർച്ചിൽ വരുമ്പോൾ വന്നോണം, നിന്നോണം, കണ്ടോണം, അതുകൊണ്ടൊക്കെയുള്ള ആ ഒരു ടേമല്ലാതെ ചർച്ചിൽ അവരൊരു പാർട്ടിസിപ്പൻ്റായിട്ട് മാറണം. ഞാൻ പലപ്പോഴും ചില ചർച്ചകളിൽ ഇങ്ങനെ പറയാറുണ്ട്, നമ്മുടെ ചർച്ചകളിൽ സൺഡേ വർഷിപ്പ് ഏകദേശം മിനിമം 2 to 3 hours ഉണ്ട്. അതിലൊരു 10 മിനിറ്റ് ഒരു കുഞ്ഞിന് പ്രസംഗിക്കാനും 3 മിനിറ്റ് പ്രസംഗിക്കാനും, ഞാനൊരു എക്സാമ്പിൾ പറയാം, ഒരു 2 മിനിറ്റ് പ്രാർത്ഥിക്കാനും, വേറെ ഒരാൾക്ക് മറ്റെന്തെങ്കിലും ഒരു സാക്ഷ്യം പറയാൻ ഒരു 10 മിനിറ്റ് അവർക്ക് വേണ്ടി മാത്രം. ഞാൻ സോളോ കാര്യമാണ് പറയുന്നത്, ഞാനൊരു ഗ്രൂപ്പായിട്ട് അവരെ ചർച്ചിൽ കോറൽ മെമ്പറാണ് അല്ലെങ്കിൽ ഗ്രൂപ്പ് സിംഗിൻ്റെ കാര്യമല്ല പറയുന്നത്. ഒരു 10 മിനിറ്റ് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുമെന്നുണ്ടെങ്കിൽ അവർ നമ്മുടെ പാസ്റ്റേഴ്സിൻ്റെയും അവരുടെ ഫ്രണ്ട്സിൻ്റെയും നമ്മളുടെ മാതാപിതാക്കളുടെയും ചർച്ചിൻ്റെ എൽഡേഴ്സിൻ്റെയും മുമ്പിൽ തന്നെ അവർ പ്രാക്ടീസ് ചെയ്ത് വരട്ടെ. കുറഞ്ഞതൊരു ഏകദേശം ഒരു 50 ആഴ്ച അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ ചർച്ചുകളിൽ നിന്ന് എത്ര ലീഡേഴ്സ് മുമ്പിലോട്ട് വരും. നമ്മൾ തീർച്ചയായിട്ടും നമ്മുടെ കുഞ്ഞുങ്ങളെ ചർച്ചിൻ്റെ ഒരു പാർട്ടിസിപ്പൻറ്റ് പേഴ്സണായിട്ട് മാറ്റണമെന്നാണ് എൻ്റെ അഭിപ്രായം. താങ്ക് യു മാത്യു സാർ. വളരെ നല്ല. കുര്യാക്കോസ് പാസ്റ്റർക്ക് ഒരു ചെറിയ ചോദ്യമുണ്ട്. ജോയ് പാസ്റ്റർ മൈക്കൊന്ന് മാറ്റിക്കൊടുത്താൽ. ഓക്കെ, കുര്യാക്കോസ് പാസ്റ്റർ. ഞാൻ പറയാൻ വന്നത് ചോദ്യമല്ല, ഈ ടോപ്പിക്കിനെ സംബന്ധിച്ചുള്ള ഒരഭിപ്രായം. നമ്മൾ ഈ സൺഡേ സ്കൂൾ അധ്യാപകരെ തിരഞ്ഞെടുക്കുന്ന സമയത്ത് നമ്മുടെ ചോദ്യമെന്ന് പറയുന്നത് സൺഡേ സ്കൂൾ കുഞ്ഞുങ്ങളെ എങ്ങനെ സ്വാധീനിക്കാം അല്ലെങ്കിൽ എങ്ങനെ നമുക്കവരെ ഹാൻഡിൽ ചെയ്യാൻ കഴിയും എന്നുള്ളതാണ്. ഇതിനെ സംബന്ധിച്ച് എൻ്റെ ഒരു ശുശ്രൂഷയുടെ അനുഭവത്തിൽ നിന്ന് കാണാനായിട്ട് കഴിഞ്ഞിട്ടുള്ള 1-2 വാക്കുകൾ. ഈ സൺഡേ സ്കൂൾ അധ്യാപകരെ നമ്മൾ സെലക്ട് ചെയ്യുന്ന സമയങ്ങളിൽ 3 തലത്തിലുള്ള അധ്യാപകരെ നമ്മൾ കാണുന്നുണ്ട്. ഒന്ന്, എനിക്കൂടെ സൺഡേ സ്കൂൾ അധ്യാപകനാകണം എന്ന് പറഞ്ഞ് സൺഡേ സ്കൂൾ അധ്യാപകരാകുന്ന ആളുകൾ. രണ്ടാമത്തെ ഒരു മേഖലയെന്ന് പറയുന്നത് ആരുമില്ലാതെ വരുമ്പോൾ ഒരാളിനെ നിർബന്ധിച്ച് നമ്മൾ ഏൽപ്പിക്കുന്നതിന് പോകും. ഈ 2 കൂട്ടരെ സംബന്ധിച്ചിടത്തോളം കുഞ്ഞുങ്ങളെ സ്വാധീനിക്കാനായിട്ട് അവർക്ക് സാധിക്കാറില്ല, എൻ്റെ ഒരു അനുഭവത്തിൽ നിന്ന് ഞാൻ കണ്ടിട്ടുള്ളതാണ്. പക്ഷേ മൂന്നാമതൊരു കൂട്ടം ആളുകളുണ്ട്, ഈ ഒരു ഉത്തരവാദിത്വം ദൈവം എന്നെ ഏൽപ്പിച്ചതാണ് എന്നുള്ള ബോധ്യതയോടുകൂടി. ഇത് ഞാൻ പറഞ്ഞ എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, ഞാൻ ഒരിക്കൽ ഒരു CMS ബാക്ക്ഗ്രൗണ്ടിൽപ്പെട്ട ഒരു വീട്ടിലേക്ക് ചെല്ലുമ്പോൾ അവിടെ ഒരു സൂസൻ ടീച്ചർ അവിടുത്തെ വീട്ടിലെ അംഗമാണ്, സ്കൂൾ ടീച്ചറാണ്. ഞാൻ ചെല്ലുമ്പോൾ ആ വീട്ടിൽ കുറച്ച് കുഞ്ഞുങ്ങളുണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്തോ ടീച്ചറെ വിശേഷം, എന്താ പിള്ളേരെല്ലാം എന്ന് ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞു, എൻ്റെ സൺഡേ സ്കൂൾ കുഞ്ഞുങ്ങളാണ്, അവരുടെ ക്ലാസ് എനിക്ക് തീർക്കാൻ കഴിയാഞ്ഞതുകൊണ്ട് ഞാൻ അവരെ സൺഡേ സ്കൂൾ പഠിപ്പിക്കാൻ വീട്ടിലേക്ക് വിളിച്ചതാണ്. അപ്പോൾ ആ ടീച്ചർക്ക്, ആ സൂസൻ ടീച്ചർക്കുണ്ടായ ഒരു കാഴ്ചപ്പാട് നമ്മുടെ അധ്യാപകർക്കുണ്ടാകുന്നെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ സ്വാധീനിക്കാൻ കഴിയുമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. തീർച്ചയായിട്ടും കുര്യാക്കോസ് പാസ്റ്റർ പറഞ്ഞ നല്ല ഏറ്റവും കാലിക പ്രസക്തമായ ഒരു ആശയമാണ്. അതിനെത്രത്തോളം ദൈവദാസന്മാർക്ക് ഈ ഒരു സൺഡേ സ്കൂൾ അധ്യാപകരെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ അവർക്ക് വിഷൻ കൊടുക്കുക എന്നുള്ളതാണ്, ടീച്ചേഴ്സിനെ എക്യുപ്പ് ചെയ്യുക എന്നുള്ളതാണ്. മാത്രമല്ല പേരൻസിനെയും എക്യുപ്പ് ചെയ്യേണ്ടുന്നത് ഒരു ദൈവദാസൻ്റെ ഒരു ദൗത്യമാണ്. തീർച്ചയായിട്ടും വളരെ മനോഹരമായ ചർച്ചകൾ. നമ്മൾ പല ചോദ്യങ്ങൾ, ഇനിയും ധാരാളം ചോദ്യങ്ങളുണ്ട്, എങ്കിലും നമുക്ക് ഈ എപ്പിസോഡ് അവസാനിപ്പിക്കേണ്ടുന്ന സമയമായി. ഒരു കൺക്ലൂഡിംഗ് വേർഡ്സ് ആയിട്ട് ഡോക്ടർ നിസി ജേക്കബ് പറഞ്ഞ് നമ്മുടെ ഈ എപ്പിസോഡ് അവസാനിപ്പിക്കുന്നു. നമ്മുടെ ഉത്തരവാദിത്വത്തിൻ്റെ വലുപ്പമാണ് നമുക്ക് ഈ ചർച്ചയിലൂടെ മനസ്സിലായത്. കാര്യം ആദ്യം മുതലേ ഒരു ബേസിക് ലെവലിൽ കുഞ്ഞുങ്ങളിൽ വരേണ്ട മാറ്റമുണ്ട്, കുഞ്ഞുങ്ങളോട് പറഞ്ഞു കൊടുക്കുന്ന രീതിയിൽ വരുന്ന മാറ്റമുണ്ട്, ടീച്ചേഴ്സിൽ വരേണ്ട ആ ഒരു കാഴ്ചപ്പാടിൽ വരേണ്ട വ്യത്യാസമുണ്ട്. ആ കാഴ്ചപ്പാടിൽ നമ്മൾ എന്ത് മിഷനാണ് അവർക്ക് ചെയ്ത് കൊടുക്കേണ്ടതെന്ന് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമുണ്ട്. അവരെ അപ്ഗ്രേഡ് ചെയ്യേണ്ട, അവരെ എക്യൂപ്പ് ചെയ്യുന്ന രീതിയിലുള്ള ട്രെയിനിങ് സെഷൻസിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ നമ്മളുടെ ആ ഒരു റോളിൻ്റെ വലുപ്പം എന്തുമാത്രമാണ് നമ്മൾ ഇനിയും ചെയ്യാനുള്ളത്, നമ്മുടെ ഡ്യൂട്ടീസിൻ്റെ ഒരു വലുപ്പം തിരിച്ചറിയുന്ന ഒരു സെഷൻ തന്നെയായിരുന്നു ഇത്. പക്ഷേ ഈ ഒരു കേൾവിയിൽ മാത്രം നിൽക്കാതെ ഇത് ആക്ഷൻസിലോട്ട് നയിക്കുന്ന ഒരു രീതിയിൽ എല്ലാ ദേവദാസന്മാരും ചർച്ചിൽ നമ്മുടെ ഓരോ ലീഡേഴ്സും അത് അവരുടെ ചർച്ചിൽ അപ്ലൈ ചെയ്ത് തുടങ്ങിയാൽ തീർച്ചയായിട്ടും നമുക്ക് ഈ ഒരു പ്രശ്നത്തിനുള്ള ഒരു പരിഹാരത്തിലേക്ക് തന്നെ അത് എത്തിപ്പെടുക ചെയ്യും. അതിനായിട്ട് ദൈവം ഓരോരുത്തരെയും നമ്മൾ സഹായിക്കും. താങ്ക് യു. ഇത് കേൾക്കുന്ന എല്ലാ ദൈവദാസന്മാരും നമ്മുടെ ചർച്ചിൽ ഒരു മാറ്റത്തിന് വേണ്ടി നമുക്ക് കുതിക്കാം. ദൈവം നമ്മളെ സഹായിക്കട്ടെ. അടുത്ത ഒരു എപ്പിസോഡിൽ പുതിയൊരു വിഷയമായിട്ട് നമ്മൾ എത്തും. കണ്ടുമുട്ടുന്നിടം വരെ ബൈ. ഗോഡ് ബ്ലെസ് യു.